ഷീല പി നായർ, ഷീല പ്രഭാകരൻ നായർ, ഞാൻ കൃഷ്ണപ്രഭ പി നായർ, ചേട്ടൻ ഉണ്ണികൃഷ്ണൻ പി നായർ, ഇവക്ക് പേര് ശങ്കരി പി നായർ. ഞാൻ പിന്നെ രാവിലെ എണീക്കുമ്പോ മോളെ ജയ് കൃഷ്ണപ്രഭ. അമ്മയുടെ ഫേവറേറ്റ് ആക്ടർ? ആക്ടറോ? ബാലയ്യ. ബാലയ്യ ആന്തം പാടും ഇടയ്ക്കിടയ്ക്ക്. ജയ് ജയ് ബാലയ്യ. ജയ് ബാലയ്യ. ഞാനൊരു ചെരുപ്പ് പഠിച്ചാൽ അമ്മയുടെ ഞങ്ങൾ രണ്ടുപേരും ഒരു ചെരുപ്പ്. ഇല്ല, നല്ല വലിയ പോഷായിട്ടുള്ള ക്യാരക്ടർ. അമ്മ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ ദാരിദ്ര്യമൊന്നും ഇഷ്ടമല്ല. നമുക്ക് ഒരു ചെറിയ റൗണ്ട് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് മമ്മി ആൻഡ് മീ ആയതുകൊണ്ട് ദ റൗണ്ടിന്റെ പേരാണ് ഹൗ വെൽ ഡു യു നോ യുവർ മദർ. അമ്മേനെ എത്ര നന്നായിട്ട് അറിയാം എന്നുള്ള റൗണ്ടാണ്. അപ്പോൾ അമ്മ ഇത് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് നമ്മൾ രണ്ടുപേരും കൂടിയാണ്. അപ്പോൾ പാറുവിന് എത്രത്തോളം അമ്മേനെ കുറിച്ച് അറിയാന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് അമ്മേനെ അറിയാം. എനിക്ക് അമ്മേനെ അറിയാവുന്ന പോലെ അമ്മയ്ക്ക് എന്നെ അറിയാവുന്ന പോലെ ഇനി ലോകത്ത് ആർക്കും. ഓക്കെ 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 ശരി. അപ്പൊ ഇതിൽ കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ അപ്പോ അങ്ങനെ ചോദ്യം വിചാരിച്ചു ഇത് റൗണ്ട് ആണ്, ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റ് അമ്മയുടെ ബർത്ത്ഡേ ഫെബ്രുവരി 9th 1960. 1960. ഓക്കെ, ഇത് കുറച്ച് ടഫാണ്. അമ്മയുടെ ബർത്ത് ടൈം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ടൈം അമ്മയ്ക്ക് തന്നെ അറിയില്ല. പിന്നെ ഞാൻ ഓക്കെ പ്ലീസ് അറിയില്ല. ഓക്കെ കുഴപ്പമില്ല, പ്ലീസ്. മണക്കാടാ, തൊടുപുഴയാ ജനിച്ച അല്ലേ? അതേ അറിയത്തുള്ളൂ. അത് പറയാൻ പാടില്ലോ. അത് പറയാൻ പാടില്ല, തൊടുപുഴയല്ല. ഓക്കെ, അമ്മയുടെ ഫേവറേറ്റ് കളർ? അയ്യോ അത് കൊറേ ഉണ്ട്. ബ്ലാക്ക് വലിയ ഇഷ്ടാ. ഇട്ടേക്കണില്ലേ? ആണോ? ബ്ലാക്ക് വലിയ ഇഷ്ടാ. ബ്ലാക്ക് വലിയ ഇഷ്ടമാണ്. അമ്മയുടെ ഫേവറേറ്റ് ബ്ലാക്ക്, ആ റെഡ് കണ്ടോ? റെഡ് അങ്ങനെ കൊറേ ഉണ്ട്. ആ റെഡ്, അത് ശരി. ആ ശരിയാ, എപ്പോഴും പറയും ഇങ്ങനെ. അയ്യോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല. മറന്നുപോയി. റെഡ് ലിപ്സ്റ്റിക് ഇടണം, റെഡ് നെയിൽ പോളിഷ് ഇടണം. ഞാനിപ്പോ ഈ ബ്ലൂ കളർ കിടന്നു. ഇത് എന്തൊരു കളറാണത്? റെഡ് ആണ്. ഭയങ്കര ഇഷ്ടം. ഈ റെഡാ? ചില്ലി റെഡ് ഒക്കെ. ചില്ലി റെഡ്. ഓക്കെ ഓക്കെ. അമ്മയുടെ ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ്? ഞാൻ പറയാം, തിരുപ്പതി. ഞാൻ പറയാം തിരുപ്പതി. എല്ലാ വർഷവും തിരുപ്പതി. പിന്നെ ഞങ്ങള് എല്ലാ ഒരു 4 മാസം ഒക്കെ കൂടുമ്പോ, 3 മാസം കൂടുമ്പോ ചിദംബരം എപ്പോഴും പോകും. ചിദംബരത്തിന് കുറച്ചല്ലേ ഉള്ളൂ ചെന്നൈ. അപ്പൊ ഞങ്ങള് ചെന്നൈയിൽ പോയി കറങ്ങിട്ട് വരും. ചിദംബരത്ത് എപ്പോഴും പോകും. ഞാൻ ഡ്രൈവർ. ഇത് എന്റെ നല്ല വിശ്വസ്തയായ കിളിയാണ്. വണ്ടിയൊക്കെ വരികയാണെങ്കിൽ എടുത്തെടുത്തോ. അല്ല, എനിക്ക് ഇപ്പൊ പാട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, വേറെ ആരും വണ്ടി ഓടിക്കണ എനിക്ക് ഇഷ്ടമല്ല. കൊച്ചു ഓടിക്കണോ ഇഷ്ടം. കോൺഫിഡൻസ് ആണ്. ഓക്കെ, അടിപൊളി. അമ്മയുടെ ഫേവറേറ്റ് ഫുഡോ? അമ്മ പ്യുവർ വെജിറ്റേറിയനാ. കൊറേ ഉണ്ട്. ഉപ്പുമാവ് എന്ന് വെച്ചാൽ ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറയുവേ, എന്റെ ദൈവം ഈ ഉപ്പുമാവ് സെറ്റിൽ ചെല്ലുമ്പോ സെറ്റിലും എപ്പോഴും മറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഉപ്പുമാവ് ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ നോക്കണം, അയ്യോ ഇവിടെ ഉപ്പുമാവിനെ കപ്പ. ഞങ്ങളൊക്കെ പാലക്കാരല്ലേ, അപ്പൊ കപ്പ ഒരു വികാരമാണ് നമുക്ക്. അമ്മയുടെ ഫേവറേറ്റ് ഹോബി എന്താ? ഹോബിയോ? വെറുതെ ഇരിക്കുക. ഞാൻ ഇൻസ്റ്റയിൽ ഈ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, സ്റ്റോറി ആയിട്ട്. പോണ്ടി ബസാറിൽ പോയിട്ട് ഒരു 100 രൂപ എടുത്ത് അമ്മ ഒരു ബൈനോക്കുലർ എന്നിട്ട് പോണ്ടി ബസാറിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കാം. അപ്പൊ ഞാനത് അമ്മ അറിയാതെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അത് ശരി. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് എല്ലാരും നോക്കുക. അമ്മയുടെ വലിയൊരു ഹോബി എന്ന് പറയുന്നത് ഫ്ലാറ്റിന്റെ ബാൽക്കണി ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് റോഡിലേക്ക് നോക്കിയിരിക്കാം. അപ്പൊ ഞങ്ങൾ എന്നിട്ട് എപ്പോഴും കളയും ഈ കിച്ചൺ നമുക്ക് എടുത്ത് ബാൽക്കണി എന്നിട്ട് ചായ അടിക്കുമ്പോ കൊള്ളാലോ ആരൊക്കെ പോകുന്നു അങ്ങനെ നോക്കാതല്ലേ. അടിപൊളി. കറങ്ങാൻ ഭയങ്കര ഇഷ്ടാ, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കാനും ഒക്കെ. ഗ്രോയിങ് അപ്പ്, അതായത് വളർന്നു വരുമ്പോ അമ്മ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞത് എന്തിനാണ്? ഭക്ഷണം കഴിക്കാത്തതിന്. എന്തിന്? ആണോ? സിമ്പിൾ. കുറച്ചു മുമ്പേ കൂടെ കേട്ടു. വേണ്ട അതിന് ഒന്നും കഴിക്കില്ല. അമ്മ സ്ട്രിക്റ്റ്. ഞാൻ ഇതിനു മുമ്പ് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, അമ്മ ഒരു സ്ട്രിക്റ്റ് മദറേ അല്ല. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില് അത് ഞാനെന്നല്ല, ഇനിയിപ്പോ ലിറ്റുവിൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചോ,
പറയും എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല കറക്റ്റ് സമയത്ത് ഉച്ചയ്ക്ക് 12:30 ഭക്ഷണം കഴിച്ചിരിക്കണം, പിന്നെ രാവിലെ ഒരു 9 മണിക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, ഭക്ഷണം കഴിച്ചിരിക്കണം, വൈകുന്നേരം ചായ കുടിക്കണം. ആ അമ്മയ്ക്ക് ഇങ്ങനെ ടൈം ടേബിൾ പോലെയാണ്. അപ്പൊ അതിനിപ്പോ എന്നാ വേണ്ട, ഞാനിപ്പോഴും പറയുവേ 12:15 ഞാൻ സ്കൂളിൽ വരുമ്പോൾ ഞങ്ങളുടെ ലോങ് ബെൽ അടിക്കുമായിരുന്നു. ആ 12:15 എനിക്ക് ഇപ്പോഴും വിശക്കും. ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും വിശക്കും. അപ്പൊ പറഞ്ഞ അമ്മയും പറയും 12 മണി കഴിയുമ്പോഴത്തേനും ഫുഡെല്ലാം റെഡി ആയിരിക്കും. അപ്പം സെറ്റിലാണെങ്കിലും ഞാൻ എന്തെങ്കിലും ചെറിയ പലഹാരങ്ങളൊക്കെ എന്തെങ്കിലും എടുത്തു വെക്കും. സെറ്റിലാണെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ടിഫിൻ ബോക്സ്. അപ്പോൾ ഞാനൊരു 12:15 ആകുമ്പോഴത്തേനും എന്തെങ്കിലും കഴിക്കും. ഇന്നത് തന്നെ കഴിക്കണമെന്നല്ല. പിന്നെ അമ്മ പ്യോർ വെജാണ്, ഞങ്ങളുടെ വീട്ടിലും വെജാ. വെജിന്റെ കോമഡി ഇറങ്ങി ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ച വന്നിട്ടുണ്ട്, ശങ്കരി എന്ന പേര് കേട്ടോ. ശങ്കരി ഭയങ്കര ക്യൂട്ടാ. അപ്പം പുറത്തേ നിൽക്കുള്ളൂ. അപ്പൊ അമ്മ അങ്ങ് പ്യോർ വെജാ. എന്നിട്ട് ഇവക്ക് വേണ്ടിട്ട് ഞങ്ങൾ പോയി മീൻ മേടിച്ചിട്ട് എന്നിട്ട് പുറത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇപ്പൊ ഫ്രീസറിൽ മീൻ വെച്ചേക്കോ ഇതിനിട്ട് കൊടുക്കാനായിട്ട്. ഞാൻ പറയും രാജകീയ ജീവിതം. ഞാൻ എന്നിട്ട് അത് ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് അമ്മ അതിന് ഇനിഷ്യലൊക്കെ ഇട്ടിട്ടുണ്ട്. അമ്മ ഇപ്പൊ ഷീല പി നായർ, ഷീല പ്രഭാകരൻ നായർ, ഞാൻ കൃഷ്ണപ്രഭ പി നായർ, ചേട്ടൻ ഉണ്ണികൃഷ്ണൻ പി നായർ. അപ്പൊ ഇവക്ക് പേര് ശങ്കരി പി നായർ. ഇതിന്റെ ഒരു ആന്റി ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അച്ഛൻ വെളിയിൽ നോക്കുമ്പോ പി നായർ പ്രഭാകരൻ ഇതിനെങ്ങനെ എന്റെ ഇൻഷൽ ഞങ്ങളെ ചുമ്മായിരുന്നു. ഇതുപോലെയാണ് ഞങ്ങളുടെ വീട്ടിൽ നേരം പോകുന്നത്. ഞങ്ങൾ ഇന്ന് സ്വയം ട്രോളിയാണ് നേരം പോകുന്നത്. ഓക്കെ, അമ്മ സൂപ്പർ ആയിട്ട് വെക്കുന്ന ഡിഷ് എന്താ? വെജ് എല്ലാം വെക്കും. വെജ് ഒരു സ്റ്റൂ പോലെ, നിങ്ങൾ എന്താ പറയണെന്ന് അറിയില്ല, ഇവരെന്താ ഓലൻ സ്റ്റൂ, മറ്റേ വെളുത്ത കറിയില്ല, അത് അടിപൊളിയാ. പിന്നെ സാമ്പാർ, എരിശ്ശേരി. എരിശ്ശേരി ഭയങ്കര ഡീസന്റ് ഡിഷാണ് മാഡം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് കഴിച്ചിട്ടും ഒക്കെ പറയും ഭയങ്കര ഡീസന്റ് ഒരു ക്ലാസ് ഡിഷാണ് എരിശ്ശേരി. ഓക്കെ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഇപ്പൊ കുറെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഏത് പടത്തിലാണ്? സിനിമയിലെ ഏത് ഓർമ്മയുണ്ടോ? പെട്ടെന്ന് ചോദിച്ചാൽ കുറെ ഓർമ്മ കിട്ടാൻ സാധ്യത. ഇപ്പൊ അമ്മയോടാണോ ചോദിക്കുന്നത്? എനിക്ക് നല്ല നല്ല വലിയ പോഷായിട്ടുള്ള ക്യാരക്ടറൊക്കെ എനിക്ക് ഇഷ്ടം. ഡോക്ടറായിട്ട് സാറിന്റെ അവിടെ നേരില് എനിക്ക് ഇഷ്ടം. അമ്മ അഭിനയിക്കാനുള്ള ഡ്രസ്സിങ് ഓണം. അമ്മയ്ക്ക് എങ്ങനെയാ പറയോ, അമ്മ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ ദാരിദ്ര്യമൊന്നും ഇഷ്ടമല്ല. ആരെ കാണുമ്പോഴും അതെ, എല്ലാവരും വളരെ നല്ല നീറ്റായിട്ട് നടക്കണം, നല്ല പോഷായിട്ട് നടക്കണം. വെറുതെ നടക്കുമ്പോഴല്ല ഉണ്ടല്ലോ വേലക്കാരത്തി. എനിക്ക് ഇഷ്ടം പൊന്നു വെച്ചാൽ പോകണ്ട, ചെയ്യണ്ടോ അപ്പം വെറുതെ ഒരാൾ നടക്കുമ്പോഴാണല്ലോ അതെ നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, നല്ല ഭംഗിയിലും ഇരിക്കണം. നല്ല ഭംഗിയുള്ളവരൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അവരുടെ മുമ്പിലാണെങ്കിലും പോയി നോക്കിട്ട്. ഈ തെലുങ്ക് സിനിമ കാണുന്നതിന്റെ മെയിൻ ഇതാ, ഭയങ്കര അലങ്കാരങ്ങൾ. പിന്നെ തിരുപ്പതി പോവാൻ, ചെന്നൈയിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എപ്പോഴും ഇങ്ങനെ പൂവ് മാല ഒക്കെ ഇടയ്ക്ക് ഭയങ്കര, ചിദംബരത്തൊക്കെ ഭയങ്കര നല്ല അലങ്കാരങ്ങളല്ലേ. അപ്പൊ അമ്മ അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവാം. അമ്മയുടെ ഷൂസിന്റെ സൈസ് എന്താ? 6. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 6. അത് ശരി. ഞാനൊരു ചെരുപ്പ് മേടിച്ചാൽ അമ്മയുടെ, ഞങ്ങൾ രണ്ടുപേർക്കും ഒരു ചെരുപ്പ് മതി. അടിപൊളി. അമ്മയുടെ ഫേവറേറ്റ് ആക്ടറോ? ബാലയ്യ. ബാലയ്യ ആന്തം പാടും ഇടയ്ക്കിടയ്ക്ക്. ജയ് ജയ് ബാലയ്യ, ജയ് ബാലയ്യ. ഇത്രയും ഫാൻസ് ഉണ്ടോ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ പിന്നെ രാവിലെ എണീക്കുമ്പോ മോളെ ജയ് കൃഷ്ണപ്രഭ, കാരണം ജയ് ബാലയ്യ പാടി പാടി അമ്മയ്ക്ക് എന്നെ ബോറടിച്ചപ്പോ ജയ് കൃഷ്ണപ്രഭ. പിന്നെ ഭയങ്കര രജനീകാന്ത് ഫാനാണ്. ആദ്യത്തെ ദിവസം തന്നെ പോയി പടമൊക്കെ കാണും. വിജയിനെ ഭയങ്കര ഇഷ്ടമാണ്. വിജയ് ഡാൻസ് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റൈലൊക്കെ കാണിക്കണം. ഫ്ലോയില് പറഞ്ഞത്. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്? ഞാൻ തന്നെ. അമ്മയ്ക്ക് അങ്ങനെ പൊതുവെ അങ്ങനെ ഇപ്പൊ അമ്മമാര് തമ്മിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അമ്മയ്ക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. പിന്നെ അമ്മയുടെ ഏറ്റവും വലിയ പ്ലസ് എന്താന്ന് പറയാ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ അമ്മമാരും അമ്മ ഇങ്ങോട്ട് വിളിക്കും. അതായത് നമ്മളുടെ ഫീൽഡിലുള്ള ആർട്ടിസ്റ്റുകളുടെ അമ്മമാരൊക്കെ, കാരണം അമ്മയുടെ കോമഡി കേൾക്കാന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങോട്ട് വിളിക്കും. അമ്മ ഫോൺ അധികം ഉപയോഗിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴാണ് പിന്നെ ഞാൻ റീൽസ് ഒക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കി അത് ഇപ്പോഴേ തുടങ്ങിയത്. അല്ലെങ്കിൽ കമന്റ് ഇടുന്നൊന്നും അമ്മയ്ക്ക് അറിയൂല. പിന്നെ ഫോൺ വിളിക്കാൻ ഭയങ്കര മടിയാ. അപ്പം ഇവര് തന്നെ പറയും
ഞാൻ ചേച്ചീനെ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങോട്ട് വിളിക്കുകയാണ്. പിന്നെ എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ആന്റിമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അമ്മേനെ പിടിച്ച് എന്നെ തീർത്തു. അങ്ങനെ ഇല്ല, അവസാനം അവര് തന്നെ ലെഫ്റ്റ് അടിച്ചിട്ട് പൊക്കോ. അല്ല എനിക്ക് ആരും കൂട്ടുകാരും ഒന്നുമില്ല. അങ്ങനെ ഒരു മോള് തന്നെ കൂട്ടുകൂടി അമ്മമാര് ഷോപ്പിങ്ങിന് പോണ അതൊന്നുമില്ല. ഞാൻ തന്നെ അല്ലെങ്കിൽ പണ്ടൊക്കെ ഞാൻ തന്നെ ഷോപ്പിങ്ങിന് പോയായിരുന്നു. ഇപ്പൊ തന്നെ വിടൂല വെച്ച് ഒരുമിച്ച് അങ്ങ് പോക്കാണ്. ഓക്കെ, ഇത് കുറച്ച് ട്വിസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അമ്മയുടെ ഫേവറേറ്റ് സിബ്ലിംഗ് ആരാ? അമ്മയുടെ സഹോദരന്മാരിലെ ഫേവറേറ്റ് ആരാ? അമ്മയുടെ എന്റെയോ? അല്ല, അമ്മയുടെ ഫേവറേറ്റ്. യു ഷുഡ് നോ, പറയണല്ലോ. അമ്മയുടെ ആരായിരിക്കും? ഞങ്ങളെ രണ്ടുപേരിലാണോ? അല്ലല്ല, അതായത് അമ്മയ്ക്ക് വേറെ സിബ്ലിങ്സ് ഉണ്ടല്ലോ, അപ്പൊ അതില് അമ്മയുടെ ഒരാളേ ഉള്ളൂ. അല്ല പിന്നെ കസിൻസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് കസിൻസ് ഉണ്ട്, അതായത് ഫാമിലിയില് പേരമ്മ വെല്ലച്ചനും വലിയ കാര്യമാണ്. പേരമ്മ വെല്ലച്ചനും, പേരമ്മയുടെ പേര് ലേഖ, വെല്ലച്ചൻ ബാലേന്ദ്രൻ നായർ. എപ്പോഴും അങ്ങോട്ട് വിളിയൊന്നുമില്ല, എന്നാലും അവർക്ക് നല്ല അതെന്താന്ന് വെച്ചാല് ഞങ്ങളെ പോലെ തന്നെ ആയിരുന്നു. വാചകടിച്ച് മറിച്ച് വാക്കുകൾക്ക് ഒരു പഞ്ഞില്ലാത്ത ആൾക്കാർ. പിന്നെ ഞാൻ ഇതിനു മുമ്പും പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. അവരുടെ മോളാണ് പാർവതി എന്ന് പറഞ്ഞിട്ട്. പാർവതി എന്നെക്കാൾ ഒരു 2 വയസ്സിന് മൂത്താണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ആയിരുന്നു എപ്പോഴും. അപ്പൊ ഒരു ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതും ഒക്കെ ഒരുമിച്ചാ. അവിടുത്തെ ബാലചന്ദ്രൻ ഒക്കെ പോയി ഒക്കെ NSSന്റെ ഇതിലും ഒക്കെ ഞങ്ങൾ തന്നെ ഒരുമിച്ചാണ് എപ്പോഴും. ഞങ്ങളുടെ ഒരു ഡാൻസ് ക്ലാസ് ആണെങ്കിലും പാട്ട് ക്ലാസ് ആണെങ്കിലും ഒക്കെ തുടങ്ങിയതും ഒക്കെ. അപ്പൊ ഞാനും നല്ല അടുപ്പമാണ് അവരായിട്ട്. അപ്പൊ അവരാണ് ഫേവറേറ്റ്സ് അല്ലേ? ഇത് വളരെ ചുരുക്കം പേര് മാത്രം ആൻസർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാർവതി അടുത്താണ് ക്വസ്റ്റ്യൻ. അമ്മയുടെ ഗ്രാൻഡ് ഫാദറിന്റെ പേരറിയോ? ശിവരാമൻ നായർ. അതെ, ശ്രീരാമൻ നായർ. അതെങ്ങനെ പറയാണ്ടിരിക്കും? രാവിലെ ഞാൻ കേൾക്കണ ഈ അമ്മൂമ്മയുടെ അപ്പൂപ്പത്തെ കാര്യം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു NSSന്റെ ഇതിലൊക്കെ, മണക്കാട് NSSന്റെ. ഇപ്പൊ ആ പൂച്ച വന്നു കയറിയപ്പോ ഞാൻ പറയണത് അത് മുത്തശ്ശനും മുത്തശ്ശി ആരാണ്ടാന്നാ പറയണേ. അവളും ഞങ്ങളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പൊ എന്നിട്ട് കടായൊക്കെ കാണുമ്പോ ഭയങ്കര വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരാള്, അതായത് കാരണന്മാരുടെ ഒക്കെ പോലെ ഉള്ളതാ. അപ്പൊ എന്നിട്ട് അമ്മ എപ്പോഴും പറയും ഇത് ഒന്നില്ലെങ്കിൽ മുത്തശ്ശി അല്ലെങ്കിൽ സരചിത്രത്താഴിലൊക്കെ പറയും പോലെ. അടിപൊളി. ഇനി അമ്മൂമ്മയുടെ പേര് പറയണോ? അമ്മൂമ്മയുടെ പേര് ദേവകി അമ്മ. ഓക്കെ. അയ്യോ സമയം അയ്യോ ഇവർക്ക് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഒരു കുഴപ്പമില്ല. ചുമ്മാ വെറുതെ ഞങ്ങളെ വെച്ച് ഇന്റർവ്യൂ എടുത്താൽ നിങ്ങൾക്ക് MG ശ്രീകുമാർ പറയും ഒരു 10 എപ്പിസോഡിലുള്ളതുണ്ടല്ലോ. ഞങ്ങള് സാറിന്റെ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. സാർ പറയാം ഇത് മിക്കവാറും 10 എപ്പിസോഡ് പോകുന്നത്. അടിപൊളി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മയുടെ ഫോണിലെ വാൾപേപ്പർ എന്താ? തിരുപ്പതിയാണ്. ഫോണും കൊണ്ട് എടുത്തില്ല. എന്റെ ഫോണോ? ഫോൺ. ഓക്കെ, തിരുപ്പതിയാണ് അപ്പൊ വാൾപേപ്പർ ഉള്ളത്. അടിപൊളി. അതല്ല അമ്മയുടെ വാട്സ്ആപ്പ് വാൾപേപ്പർ. എനിക്ക് ഈ ഫോണിന്റെ ഒന്നും ഒരു കാര്യം ഇതൊക്കെ നോക്കാൻ പഠിച്ചത്. വാട്സ്ആപ്പ് DP അമ്മയും ലാലേട്ടനും നിൽക്കുന്നത് നേരിന്റെ സമയത്ത് എടുത്തത്. അപ്പൊ അടിപൊളി. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അമ്മയും മകളും ഇതുപോലെ തന്നെ ഹാപ്പി ആയിരിക്കട്ടെ, ഇങ്ങനെ ജോളി ആയിരിക്കട്ടെ. ലോകത്തുള്ള പല കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പൊ ഇതുപോലെ തന്നെ ഹാപ്പി അമ്മേനോട് എന്താ ഇനി ചോദിക്കേണ്ടത്? പറയൂ. അല്ല മോളുടെ കാര്യങ്ങളോ? ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തില്ലല്ലോ. മോളുടെ ആയിരിക്കും. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? കഴിക്കില്ലല്ലോ. ദോശ. വൈകുന്നേരവും ദോശ, രാവിലെ ദോശ ഇഡ്ഡലിയാണ്. മോളുടെ ഈ സിനിമ ഫീൽഡിലുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ എല്ലാരും കൂട്ടാ. മിയ, ഭാവന. മിയായിട്ട് നല്ല കൂട്ടാ. ആര്യ. മിയ എപ്പോഴും ഇപ്പൊ പറഞ്ഞ മിയ എറണാകുളത്താണല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിലൊക്കെ എപ്പോഴും വരുമൊക്കെ ചെയ്യും. ഓക്കെ, അടിപൊളി. അപ്പൊ അമ്മ എന്തായാലും വളരെ ഹാപ്പിയാണ്. നിങ്ങൾ അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് തൽക്കാലം ഞാൻ 2 ചോദ്യം ചോദിച്ചതാണ്. അപ്പൊ ഇനി ഞങ്ങൾ ഒരു ദിവസം വീട്ടിൽ വന്ന് ഗ്രാൻഡ് ആയിട്ട് ആ ഓലനൊക്കെ കഴിച്ച് ഒരു ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും. പിന്നെ ഡ്രൈവിംഗ് ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ കോൺഫിഡന്റും ആണ് കൂടെ ഇരിക്കാൻ, അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് ഒരു കിഡിലിന് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഞങ്ങൾ ഫുൾ വെജ് ആണെന്ന്, അന്ന് വെജ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണുന്നതായിരിക്കും. നിങ്ങളങ്ങനെ ഓണൊക്കെ കഴിക്കണവരാ? ആ, ഊണ് കഴിക്കും. നോൺ
നോണ് അങ്ങനെ നോൺ കഴിക്കാൻ നമുക്ക് പുറത്തു പോയി കഴിക്കാം അല്ലെങ്കിൽ അതെ. മേടിക്കാം. ഇല്ല വേണ്ട അല്ല ഞങ്ങൾക്ക് അമ്മയുടെ വെജ് മതി കഴിച്ചാൽ മതി അത് അന്ന് നോൺ വേണ്ട ഒരു ദിവസം ഞങ്ങൾ നോൺ ഒഴിവാക്കുന്നതായിരിക്കും നോൺ കഴിക്കാനാണെങ്കിൽ ശങ്കരിയുടെ പോലെ പുറത്ത് മീനിട്ട് വരുമായിരിക്കും. അല്ല പുറത്തൊരു അലർജി ജനലിന്റെ ഇടയിൽ കാണും. നന്ന്. അതെ പുറത്തൊരു ഇട്ട് വന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചത്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും അമ്മ ഞങ്ങൾ രണ്ടുപേരെയും ഇത്ര ഹാപ്പി ആയിരിക്കുന്നതാണ്, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. അപ്പോൾ ഇങ്ങനെ തന്നെ ഹാപ്പി ജോളി ആയിട്ടിരിക്കും. ഓക്കെ താങ്ക് യു അമ്മ. താങ്ക് യു സോ സോ മച്ച്. മച്ച്. താങ്ക് യു.